അഭീഷ്ടവരദായിനിയായ ആറ്റുകാലമ്മ മാതൃഭാവത്തിലുള്ള ആദിപരാശക്തിയെ തൊഴുത് വിഷമങ്ങൾക്ക് പരിഹാരം നേടുന്ന ആയിരങ്ങളുടെ അഭയസ്ഥാനം. ആത്മസമർപ്പണത്തിനായി അർപ്പിക്കുന്ന പൊങ്കാലയും കന്യകമാർ നടത്തുന്ന താലപ്പൊലിയും ദേവിയുടെ ഭടന്മാരെ അനുസ്മരിപ്പിക്കുന്ന കുത്തിയോട്ടവുമൊക്കെ ഇവിടുത്തെ മാത്രം പ്രത്യേകതകളാണ്. കരമനയാറ്റിൻ്റെയും കിള്ളിയാറിൻ്റെയും സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ആറ്റുകാൽ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത്. മധുര നഗരം ചുട്ടരിച്ച കണ്ണകിയുടെ കഥയുമായി ബന്ധപ്പെട്ടതാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ഐതിഹ്യം. തൻ്റെ കണ്ണിൽ നിന്നും പുറപ്പെട്ട അഗ്നിയിൽ മധുര കത്തിച്ചാമ്പലാക്കിയ കണ്ണകി ദേവിയെ ആശ്വസിപ്പിക്കുന്നതിനായി ജനങ്ങൾ പൊങ്കാല നൽകി എതിരേറ്റു. അതിൻ്റെ ഓർമ്മയിൽ പൊങ്കാലയെന്നാണ് ഒരു വിശ്വാസം. മഹിഷാസുരനെ വധിച്ച ദേവിയെ ജനങ്ങൾ പൊങ്കാല നൽകി സ്വീകരിച്ചെന്നാണ് മറ്റൊരു വിശ്വാസം. പാർവതീദേവി ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തതിൻ്റെ കഥയും പൊങ്കാലയോടൊപ്പം ചേർത്ത് വായിക്കുന്നവരുണ്ട്. എല്ലാ വർഷവും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ വരുന്ന 10 ദിവസത്തെ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം. കാർത്തിക നക്ഷത്രത്തിൽ പരമ്പരാഗത കാപ്പുകെട്ട് കുടിയിരുത്ത് ചടങ്ങുകളോടെയാണ് ഉത്സവം ആരംഭിക്കുന്നത്. ദേവിയുടെ വിഗ്രഹം കാപ്പുകൊണ്ട് അലങ്കരിച്ചിരിക്കും. പൂരം നാളും പൗർണമിയും ചേർന്നു വരുന്ന ദിനം പൊങ്കാലയാണ് ഭക്തരുടെ പ്രിയ വഴിപാടെങ്കിലും തോറ്റംപാട്ടിലൂടെ ദേവിയുടെ കഥ പറഞ്ഞു പോകുന്നതിനനുസരിച്ച് വിവിധ വഴിപാടുകളും കഥാവിഷ്കാരങ്ങളും ഉത്സവം തുടങ്ങി 10 ദിവസങ്ങളിലായി ക്ഷേത്രത്തിൽ നടക്കുന്നു. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ചരിത്ര പ്രസിദ്ധമാണ്. മനമുരുകി കരയുന്ന അമ്മമാരുടെ മനസ്സിലെ മാതൃസ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന നൈവേദ്യമാണ് പൊങ്കാല. ദേവിയുടെ സന്നിധിയിൽ മനം നിറഞ്ഞ് തൻ്റെ ദുഃഖങ്ങൾക്ക് ആശ്വാസമേകുമെന്ന പ്രതീക്ഷയോടുകൂടി അർപ്പിക്കുന്ന പൊങ്കാല ഓരോ ഭക്തജനങ്ങൾക്കും ദിവ്യാനുഭൂതിയാണ്. തിരുവനന്തപുരത്ത് ആറ്റുകാൽ ക്ഷേത്രത്തിൽ നടക്കുന്ന പൊങ്കാലയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീജന സംഗമം.